ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂ ആണ് ഇടുന്നത്. ഇന്ന് അത്യാവശ്യം നല്ലൊരു എപ്പിസോഡാണ്. കൃഷിൻ്റെ പ്ലാനൊക്കെ നമ്മുടെ കിളിയെയും പൊളിച്ച് കൈ കൊടുക്കുന്ന ഒരു എപ്പിസോഡാണെന്ന് തന്നെ പറയാം. എപ്പിസോഡിൽ ഇന്ന് കാണിക്കുന്ന വരുണിനെയാണ്. വരുൺ കൺമണിയെ വിളിച്ചിട്ട് നമ്മുടെ ഗോകുലും കൺമണിയും വൻ അഭിനയമാണ് കേട്ടോ. അപ്പോൾ ഗോകുലാണെങ്കിൽ കള്ളം പറഞ്ഞല്ലോ, ഇങ്ങനെ കൺമണി ഉറങ്ങുവാണെന്ന്. അതുകൊണ്ട് തന്നെ ഗോകുല് അപ്പേ അപ്പേ ദാ ഒരു കോളുണ്ട് അപ്പേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ കൺമണിയും തിരിച്ച് അഭിനയിക്കുന്നുണ്ട്. ആ ഗോകുലെ ഞാൻ ദാ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അത് വരുണിനെ കേൾപ്പിക്കുന്നതാണ്. എന്നിട്ട് വരുണിൻ്റെ കോള് കൺമണി വാങ്ങുന്നുണ്ട് ഗോകുലിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഹലോ എന്ന് വയ്ക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ആ കൺമണി ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു. ഞാൻ കൺമണിയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ പറയാനാണ് ഞാൻ വിളിച്ചത്. സത്യം പറയാമല്ലോ, എനിക്ക് കൺമണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അഭിമാനം തോന്നുക. കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കരുത്ത് വരെ ഞാൻ അറിഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു അഭിമാനം തോന്നുക കൺമണിയെക്കുറിച്ച് ഓർക്കും. അതുപോലെ തന്നെ കൺമണിയെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൺമണിയെ വിളിച്ച് സോറി പറയാൻ വേണ്ടി തന്നെ ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കൺമണിയും ഗോകുലും ഞെട്ടി നിൽക്കുക, ഈ വരുണിന് എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ. അപ്പോൾ കൺമണി ആ വരുൺ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുൺ പറയുന്നുണ്ട്, എന്തായാലും ഒരിക്കൽ കൂടെ സോറി പറയുന്നു കൺമണി. എന്നാൽ ശരി കൺമണി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺമണിയും ഗോകുലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കും ഇതെന്ത് പറ്റി വരുണെന്ന്. എന്നിട്ട് കൺമണി ഇപ്പോൾ മൊത്തത്തിൽ കുഴഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ. വരുൺ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കൺമണിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല വരുണിന് എന്ത് പറ്റുന്നത്. അത് കഴിഞ്ഞ് വരുണിനെയാണ് കാണിക്കുന്നത്. വരുൺ എന്തോ ഗൂഢാലോചനയിലെ ഭാഗമായിട്ടാണ് കൺമണി ഇങ്ങനെ വിളിച്ചത്. എന്നിട്ട് വരുൺ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ലടി, നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടടി, നീ എനിക്ക് തന്ന എല്ലാത്തിനും ഞാൻ കണക്ക് ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് വരുൺ. അത് കഴിഞ്ഞ് കാണിക്കുന്ന കൃഷിനെയാണ്. കൃഷിയാണെങ്കിൽ 8 നില പൊട്ടുന്ന പ്ലാനും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് മഹിയുണ്ട് കൂടെ. മഹിയടുത്ത് പറയുകയാണ്, എടാ നീ ആ കിളിയനെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റ് എന്ന് പറയും. അപ്പോൾ മഹിയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന കിളിയൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കിളിയൻ്റെ അടുത്തേക്ക് നിന്ന് മഹി എന്തൊക്കെയോ പറഞ്ഞ് വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കിളിയൻ്റെ പുറത്തേക്ക് മഹിയൻ കൈ വയ്ക്കുമ്പോൾ തന്നെ കിളിയൻ എന്തോ പന്തികേട് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിളിയൻ ഒരു പെപ്പർ സ്പ്രേ എടുത്ത് മഹിയുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. മഹി എന്നിട്ട് ആ പെപ്പർ സ്പ്രേയുടെ ആഘാതത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് കിളി അവിടെ നിന്ന് ഓടുന്നുണ്ട്. അതുകൊണ്ട് കൃഷി കാറിൽ എണീച്ചോടി മഹിയെ പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹി പറയുന്നുണ്ട്, എടാ വെള്ളം എടുക്കടാന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹി മുഖം കഴുകുന്നുണ്ട്. കഴുകിയതിന് ശേഷം മഹി പറയുന്നുണ്ട്, എടാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവൻ ചില്ലറക്കാരനല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ് മഹി പറയുന്നുണ്ട്, എന്തായാലും വേറൊരു പ്ലാനിട്ട് അവനെ വീഴ്ത്ത തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. ഇനി അവനെ വിടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ബലരാമനെയാണ്. ബലരാമൻ്റെ അടുത്തേക്ക് ഓടി വന്ന് തനിക്കെതിരെ ഉണ്ടായ അറ്റാക്കിനെ കുറിച്ചൊക്കെയാണ് ബലരാമൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ബലരാമൻ ഇതൊക്കെ കേട്ട് കിളിയനെ ചെവയിലേക്ക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബലരാമൻ പറയുന്നുണ്ട്, മിക്കവാറും അത് ആ കൃഷിൻ്റെ ടീമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും നാളും അവൻ ഗാലറിയിൽ നിന്ന് കളി കണ്ട്, ഇനി അവൻ നേരിട്ട് ഇറങ്ങുമായിരിക്കും മിക്കവാറും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് കിളിയൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ ദുബായിലേക്ക് വല്ലതും പോട്ടെ ബോസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബലരാമൻ പറയുന്നുണ്ട്, എന്തായാലും നീ എങ്ങോട്ടെങ്കിലും പൊക്കോ, പിന്നെ ഞാനായിട്ട് ഇനി എങ്ങോട്ടും നിന്നെ വിടുന്നില്ല. നീ അമ്മയുടെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കും നിന്നെ രക്ഷിക്കാൻ. അല്ലാതെ നീ ഇപ്പോൾ അമ്മയുടെ പുറകെ അല്ലേ, അമ്മ പറയുന്ന കാര്യങ്ങളും കേട്ട് എന്തിനെങ്കിലും പോയോണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ബലരാമന് സാഗറിൻ്റെ സുജയുടെ കോൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബലരാമൻ കോൾ എടുക്കും. കോൾ എടുത്തതിന് ശേഷം സാഗർ പറയുന്നുണ്ട്, ഞാനും സുജിയും അടുത്തുണ്ട്, സ്പീക്കറിലാണ്, പിന്നെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം എന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, നാളെ എന്തായാലും ഞാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവിടുന്ന് സാഗർ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരാം, ഞങ്ങൾക്കപ്പം മോൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബലരാമൻ പെട്ടെന്ന് പേടിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോഴത്തേക്ക് സാഗർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല മോനെ, നീ ഇപ്പം ഇങ്ങോട്ട് വന്നാലും ഞങ്ങൾ അങ്ങോട്ട് വന്നാലും ഒരുപോലെ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആണെങ്കിൽ ബലരാമൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അത് കഴിഞ്ഞ് സാഗർ ചോദിക്കുന്നുണ്ട്, മോൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബലരാമൻ ഒന്നും മിണ്ടില്ല. പക്ഷെ പെട്ടെന്ന് ബലരാമന് ഒരു ഐഡിയ തോന്നും എസ്കേപ്പ് ആവാന്ന്. അങ്ങനെ ബലരാമൻ പറയുന്നുണ്ട്, US നിന്ന് എനിക്കൊരു വീഡിയോ കോൾ വരുന്നുണ്ട് അച്ഛാന്ന് പറയും.
അത് അറ്റൻഡ് ചെയ്യണം, അത് ഇത്തിരി ഇമ്പോർട്ടൻറ്റ് കോളാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ സാഗറിനും സുജയ്ക്കും സംശയം. അങ്ങനെ സാഗർ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അവൻ മനഃപൂർവ്വം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാത്തയാണെന്ന്. അപ്പോഴത്തേക്ക് സുജ പറയും, അതല്ല അവനെന്താ കോള് വരുന്നല്ലേ പറഞ്ഞു തന്നെ. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് വെച്ചപ്പോൾ അവൻ മിണ്ടാതിരുന്നില്ലേ, എനിക്ക് തോന്നുന്നു മിക്കവാറും കൃഷും ആൻറ്റി അമ്മയൊക്കെ പറയുന്ന പോലെ വല്ലതും ആയിരിക്കുമോ, നമ്മൾ വെറുതെ അവനെ നമ്മുടെ മകനായിട്ട് കണ്ടതല്ലേ, അല്ലാതെ നമ്മുടെ മകനൊന്നും അല്ലല്ലോ അവൻ എന്നിങ്ങനെ പറയാം. അപ്പോൾ സുജയ്ക്ക് അങ്ങോട്ട് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെ ബലരാമനെയാണ്. ബലരാമൻ്റെ അടുത്ത് കിളിയൻ ചോദിക്കുന്നുണ്ട്, സാഗറിന് സുജയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ എന്ന്. അപ്പോഴത്തേക്ക് ബലരാമൻ പറയുന്നുണ്ട്, എനിക്കതിൽ നല്ല സംശയമുണ്ട്, കാരണം ഇപ്പം നിനക്കെതിരെ ഉണ്ടായ അപകടം എല്ലാം കൂടെ ഒത്തു നോക്കുമ്പോൾ എന്തൊക്കെയോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബലരാമൻ സുമിത്രയുടെ അടുത്തേക്ക് പോവുക. മിത്രയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ നമുക്ക് ഈ ബിയറും എല്ലാം വിറ്റ് പറക്കി പണ്ടത്തെ പോലെ ദുബായിലേക്ക് എല്ലാം പോയാലോ എന്ന്. അപ്പോഴത്തേക്ക് സുമിത്ര ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന്. അപ്പോഴത്തേക്ക് ബലരാമൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ആ സാഗർ സുജാതൻ വിളിച്ചിരുന്നു, അവർ പറയാം അവർക്ക് ഇങ്ങോട്ട് വരണം എന്നൊക്കെ. അപ്പോഴത്തേക്ക് സുമിത്ര പറയുന്നുണ്ട്, നീ പറയണം ഇങ്ങോട്ട് വരാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബലരാമൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പിടിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുന്ന സമയത്ത് സുമിത്ര പറയുന്നുണ്ട്, പേടിയുണ്ടെന്നോ, ഞാൻ വിചാരിച്ചത് നീ ഒറ്റ ഒരാൾ മതി എല്ലാത്തിനും എന്നൊക്കെയായിരുന്നു, ഇപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പേടിയല്ലേ, നിനക്ക് അവർ നഷ്ടമാവുമോ എന്നൊരു പേടി. എന്തായാലും രാമ, ഇതെൻ്റെ അവസാനത്തെ ഒരു യുദ്ധമായിട്ട് ഞാൻ വിചാരിക്കുക. എനിക്കറിയാം നിനക്ക് പേടി എന്താണെന്ന്. എന്തായാലും നിനക്ക് ഞാനോ അല്ലെങ്കിൽ അവരോ ആരെങ്കിലും അച്ഛനും അമ്മയായിട്ട് കാണും. ഈ യുദ്ധത്തിൻ്റെ അവസാനം ഞങ്ങളല്ലെങ്കിൽ അവർ ആരെങ്കിലും നിൻ്റെ അടുത്ത് കാണും. അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിനക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിക്കാം. പിന്നീട് സാഗറും സുജിയും ബലരാമനെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൃഷി വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ അറ്റാക്കിനെ കുറിച്ചൊക്കെ. ഞാനും മഹി നല്ല പ്ലാൻ ചെയ്ത ഒരു അറ്റാക്കായിരുന്നു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അവൻ പെപ്പർ സ്പ്രേ അടിച്ചിട്ട് പോയി. ഇപ്പം ഇവൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ, അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തൊക്കെ കാണും, മിനിമം ഒരു തോക്കെങ്കിലും കാണാതിരിക്കില്ല. ഇതൊന്ന് മനസ്സിലാക്കുക അവൻ ആരാന്നുള്ള കാര്യമൊക്കെ. നിങ്ങളിപ്പോഴും അവനെ മകനായിട്ടങ്ങ് വിചാരിച്ച് വെച്ചേക്കുമല്ലേ എന്ന് പറയുന്ന സമയത്ത് സാഗറും സുജയും പറയുന്നുണ്ട്, നീയാ മോനെ ഞങ്ങളുടെ മകൻ, നീ മാത്രം ഞങ്ങളുടെ ഏക മകൻ എന്ന് പറയും. അപ്പോൾ കൃഷിനൊരു അതിശയമായിരിക്കും. അങ്ങനെ കൃഷി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നും മിണ്ടില്ല. എന്തായാലും എനിക്ക് ആ സമയത്ത് മഹിക്ക് ഇങ്ങനെ വന്നതിൽ വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല, കാരണം നിങ്ങൾ വിശ്വസിച്ചല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളെ അമ്മായിമാരെയാണ്. അവരിങ്ങനെ പേടിച്ച് നിൽക്കുന്നതാണ്. ധനലക്ഷ്മി വന്നിട്ട് ഒരു കത്തി കൊണ്ടുവന്ന് അവരുടെ അടുത്ത് വന്ന് പേടിപ്പിക്കുന്നുണ്ട്, വളകളെല്ലാം എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവർ ആ വളയൊക്കെ ഊരി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ധനലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് 10 ദിവസമേ ഉള്ളൂ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മായിമാർ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല പണി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മായിമാർ ചോദിക്കുന്നുണ്ട്, എന്താ ധനലക്ഷ്മി നീ പറയുന്നതെന്ന്. അപ്പോൾ ധനലക്ഷ്മി പറയും, അതൊന്നും ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു പണി വരുന്നുണ്ട്. നിങ്ങൾ ആ കൺമണിയുടെ പക്ഷമല്ലായിരുന്നോ, എൻ്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം, നിങ്ങൾക്ക് നല്ലൊരു പണി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇറങ്ങാൻ തയ്യാറായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി പോകുന്നുണ്ട്. ഇത് എല്ലാം കൂടെ കേട്ട് അമ്മായിമാർ പേടിച്ച് നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പിസോഡ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറേ പേരൊക്കെ വ്യൂസേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇനി എപ്പിസോഡ് റിവ്യൂസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.